സുഹൃത്തുക്കളെ, അങ്ങനെ ആന രണ്ടും കയറിപ്പോയിരിക്കുകയാണ് വെള്ളത്തിൽ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഒക്കെ ഉണ്ട്. കറക്റ്റ് 8:15 ഏതാണ്ട് അലാറം വല്ലതും വെച്ചിട്ടാണ് നിങ്ങൾ കുളിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നലെയും പോയി ഒരു 8-8:15 പോയി. ഇന്നൊരു 8:13 പോയി. മിനിഞ്ഞാന്ന് 8:15 തന്നെ പോയി. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഇവന്മാരെന്തു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ ഈ ആനകളെപ്പറ്റി. നമ്മൾ ഓരോ ജീവജാലങ്ങളെപ്പറ്റിയും അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. ഞാനിപ്പം കുറേ നാൾ ഞാനവിടെ പറയുകയാണെന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടങ്ങ് അതിശയിക്കുകയാണ്. ഇതിൻ്റെ ഒരു സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര കേട്ടോ. അടുപ്പിച്ച് 3 ദിവസം ഞാൻ കാണുമോ, 8:15 ഷാർപ്പ് 8:15 ആകുമ്പം 1 മിനിറ്റ് 2 മിനിറ്റ് ഡിഫറൻസിനാണ് ഇത് രണ്ടും കയറിപ്പോകുന്നത്. അതൊരു ഭയങ്കര കേട്ടോ. നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് കയറുന്നത് ഏകദേശം ഒരു നേരം വെളുക്കുമ്പം 6 മണി അല്ലെ 6:15 6:30 6:45 അങ്ങനെ ഒരു സമയമൊന്നുമില്ല. ചിലപ്പോൾ 7 മണി, പണ്ട് 9 മണിക്ക് വരെയൊക്കെ ഇറങ്ങിപ്പോയ സമയങ്ങൾ എനിക്കറിയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒരു ഭയങ്കര കേട്ടോ. കാരണം എന്നും രാവിലെ വന്ന് കുളിച്ചിട്ട് കാട്ടിലേക്ക് കയറി പോകുന്നത് 8:15 സമയം ഒരുമാതിരി എന്താ പറയുന്നത്, അലാറം വെച്ചിട്ട് കയറി പോകുന്നവരുള്ള പരിപാടിയാണ് രണ്ടുപേരും. അതിനെപ്പറ്റിയൊക്കെ ഒരു ഭയങ്കര ഒരു അതിശയം തോന്നുന്നു. അത് മനസ്സിലാകുന്നില്ല. അതൊക്കെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിതിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ ഇതൊക്കെ കാണുന്നു അതിശയിക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു ടൈമിങ് ഇതൊക്കെ ഒരു ഭയങ്കര കേട്ടോ. പിന്നെ വൈകിട്ട് കയറുന്നതും അതിനൊരു ടൈമിംഗ് ഉണ്ട്. 5:30 4:30 3:30 ചില സമയത്ത് 6 മണി 7 മണി 8 മണി. അപ്പോൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒന്നും വലിയ സമയമൊന്നുമില്ല. പക്ഷേ ഇറങ്ങിപ്പോകുന്നത് അതിരാവിലെ ഇറങ്ങിപ്പോകാറുണ്ട്. നേരം വിളക്കുമ്പോൾ അറിയാൻ ജനവാസ മേഖലയിൽ ആൾക്കാർ കൂടുമെന്നുള്ള കാര്യം അറിയാം. ഇങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. കയറിപ്പോകുന്നതും വൈകിട്ടാകുമ്പോൾ ആൾക്കാർ കുറയുമെന്നറിയാം. എല്ലാ അടവുകളും പഠിച്ചിട്ടാണ് എല്ലാ ആനകളും പുറത്തേക്ക് ഇറങ്ങുന്നതും അകത്തേക്ക് കയറി പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിശയം തോന്നും. അതിലൊരു അതിശയമാണ്, കഴിഞ്ഞ 3 ദിവസമായിട്ട് 8:15 ആന കുളിച്ചിട്ട് കയറി പോവുക. നേരത്തെ വെള്ളത്തിലിറങ്ങിയാലും താമസിച്ചിറങ്ങിയാലും 3 ദിവസമായിട്ട് പോകുന്നത് കൃത്യമായിട്ട് 8:15. അതായത് അർജൻറ്റായിട്ട് ഏതാണ്ട് ബസ്സിൽ കയറി പോകാനുള്ള ബസ്സിനെങ്ങാണ്ട് പോകാനുള്ള ഒരു തിരക്ക് പോലെ രണ്ടുപേരും കൂടെ 8:15 പോകുന്നത്. അടിപൊളി പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ജനവാസ മേഖലയിലാണ്. ഇതിൻ്റെ പുറകിൽ ആറാണ്, അതിൻ്റെ പുറകിൽ ആണ് കാട്. അതായത് അങ്ങേ സൈഡ് വനത്തിൻ്റെ സൈഡിലാണ് പോയി കുളിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കത് കാണാം, കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിടത്ത് പോയിട്ട് മറ്റിടത്ത് ചെല്ലുമ്പം അവിടുത്തെ ഷൂട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ എല്ലായിടവും കവർ ചെയ്യാന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യമാണ്. വെള്ളത്തിൽ കൂടെ നീന്തി വന്നിട്ട് കരയിൽ കൂടെ കയറിയിട്ട് പിന്നെയും വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കടന്നു പോകുന്നത്. ആ ഷോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ആന വിശേഷങ്ങൾ. എന്നും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും, ആനകളുടെ എന്തെങ്കിലും കാര്യം കാണും. ഇന്ന് ചില പരീക്ഷണ ഷൂട്ടിംഗ് ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പറഞ്ഞാൽ എന്നും ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോഴല്ലോ നമ്മൾ കണ്ണുകൊണ്ട് കാണാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇത് വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ, ചെന്നാൽ ഉടനെ ഇത് മെമ്മറി കാർഡ് അങ്ങോട്ട് കുത്തി പോകും. അന്നേരം കുറച്ച് നേരം എഴുതുന്നു കാണും. വാഹോ, ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു അന്യായ ഫീൽ ആ സമയത്ത് കേട്ടോ. അതെല്ലാം കൂടെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഓരോ ഷോട്ടുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ. ഞാനിപ്പം ആദ്യം എടുത്ത ഷോട്ടൊക്കെ ഇന്നലെ കണ്ടു. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനത് ബെടായി അടിക്കുമല്ല, നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഞാൻ എൻ്റെ വിഷ്വൽസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ആദ്യം കാണുന്നത് എൻ്റെ ഭാര്യ കേട്ടോ. ആ ഒരു ഭാഗ്യം എൻ്റെ ഭാര്യയ്ക്കുണ്ട്. കാരണം എല്ലാം കാണിക്കത്തില്ല. എല്ലാം കാണിക്കുന്നത് ഞാൻ എല്ലാം കാണാനാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചിട്ട് കാണിക്കും, ബാ ചില വിഷ്വൽസ് കാണിച്ചു തരാം. എന്തിനൊക്കെ കാണിച്ച് എൻ്റെ വൈഫൊക്കെ ഇങ്ങനെ വാ തുറന്നിരിക്കും. അപ്പോൾ ഒരു 25% കാണാറുണ്ട്. ബാക്കി ഒരു 75% ഞാൻ പുറത്ത് വിടുമ്പോഴാണ് കാണുന്നത്. പക്ഷേ ചില എന്താ പറയുക, മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട്. അതിൻ്റെ സന്തോഷം ഞാൻ എൻ്റെ ഭാര്യയോടും പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ അന്നേരം തന്നെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിളിച്ച് കാണിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച് കാണിച്ചു. പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത്രയ്ക്ക് മനോഹരമായ വിഷ്വൽസാണ് ഈ ആനയുടെ പുറകെ നടന്ന് പകർത്തിയത്. അത് ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ നിന്ന് ഇവിടെ പുഴുവിൻ്റെ കടിയും കൊണ്ട് കാലൊക്കെ ഉറുമ്പൊക്കെ കയറിയാൻ കഴിയും. ഞാൻ ഇന്ന് രാവിലെ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ചില സമയങ്ങളിൽ രാവിലെ ഫുഡ് കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കത്തില്ല. ഇപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നേരെ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഫുഡൊക്കെ നമ്മുടെ പ്രയോറിറ്റിയിൽ ഒരു രണ്ടാമതേ ഉള്ളൂ. പക്ഷേ അത് കറക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ചില ദിവസങ്ങളാണ് കേട്ടോ, എപ്പോഴും അല്ല. ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഒഴിവാക്കിയിട്ടായാലും ഞാൻ ഇതിൻ്റെ പുറകെ പോകാറുണ്ട്. എപ്പോഴും ഇല്ല, എന്നും രാവിലെ ഉച്ചയ്ക്കും ഫുഡ് കഴിക്കത്തില്ലെന്നുള്ളത് ചില സാഹചര്യങ്ങൾ, ചില എമർജൻസി സാഹചര്യങ്ങൾ. ഇപ്പോൾ ഈ സമയമായി, ഇപ്പോൾ ഇനി എനിക്ക് 1-2 വേറെ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആനയുടെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ പിന്നെ ആഹാരം കഴിപ്പിൻ്റെ ആ താളമൊക്കെ അങ്ങ് തെറ്റിപ്പോയി. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയാകും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ എൻ്റെ റൊട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം.